ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 57-ാമത്തെ ശ്ലോകം നോക്കാം. നാരദ ഉവാച ശൃണുഷ്വാവഹിതാ ബാലേ യുഗോയം ദാരുണഃ കലിഃ തേന ലുപ്തഃ സദാചാരോ യോഗമാർഗസ്തപാംസി ച. ഇനി നാരദ മഹർഷി എന്താണ് ഭക്തിദേവിയോട് പറഞ്ഞത് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. നാരദ ഉവാച, ശ്രീ നാരദ മഹർഷി ഉവാച പറഞ്ഞു. ശൃണുഷ്വാവഹിത ബാലേ, ശൃണുഷ്വ അവഹിത, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ശൃണുഷ്വാവഹിത. ശൃണുഷ്വ എന്നാൽ കേട്ടാലും, എങ്ങനെ? അവഹിത, വളരെ ശ്രദ്ധിച്ച് മനസ്സിരുത്തി കേട്ടാലും. കാരണം ഇനിയും പറയാൻ പോകുന്നത് ദുഃഖത്തിനുള്ള പരിഹാരം, അല്ലെങ്കിൽ എന്താണ് ദുഃഖത്തിനുള്ള കാരണം, പരിഹാരമല്ല കാരണം എന്താണെന്നാണ് ശ്രീ നാരദ മഹർഷി പറയുന്നത്. നമുക്ക് ഏതൊരു ദുഃഖത്തിൻ്റെയും ഏതൊരു പ്രശ്നത്തിൻ്റെയും കാരണമറിഞ്ഞാൽ അതിനുള്ള പരിഹാരത്തിലേക്ക് എത്തുക എളുപ്പമാവും, അല്ലെങ്കിൽ ദുഃഖ നിവാരണം എളുപ്പമാവും. അപ്പോൾ ആദ്യം അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രീ നാരദ മഹർഷി പറഞ്ഞു തുടങ്ങുന്ന അതിൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ ആ കാരണങ്ങൾ നന്നായി ഗ്രഹിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് അവഹിത ശൃണുഷ്വ, വളരെ മനസ്സിരുത്തി ശ്രദ്ധിച്ച് കേട്ടാലും. ബാലേ, ബാലേ എന്നാൽ അല്ലയോ യുവതിയായ ഭക്തിദേവി, അവിടുന്ന് മനസ്സിരുത്തി കേട്ടാലും. യുഗോയം ദാരുണഃ കലി, യുഗോയം, യുഗഃ അയം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യുഗോയം. യുഗഃ എന്നാൽ ഈ, അയം എന്നാൽ ഈ, യുഗഃ എന്നാൽ യുഗം, ഈ യുഗം. ഇപ്പോൾ ഭക്തിദേവി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന, ഭൂമിയിൽ നടക്കുന്ന ഈ യുഗം, ഇപ്പോൾ നമ്മളൊക്കെ വസിക്കുന്നതും അതേ യുഗത്തിലാണ്. ഈ യുഗം ദാരുണഃ, ദാരുണഃ എന്നാൽ വളരെ ഭയത്തെ ജനിപ്പിക്കുന്നതാണ്, ഘോരമായിട്ടുള്ള കലിഹി, കലിയുഗമാണ്. തേന, അതുകൊണ്ട്, ലുപ്തഃ, വളരെ ലോപിച്ചിരിക്കുന്നു, ക്ഷയിച്ചിരിക്കുന്നു. എന്ത്? സദാചാരോ, സദാചാരഃ എന്നാൽ സദാചാരങ്ങൾ, നല്ല ശീലങ്ങൾ. അതിന് ആ നല്ല ശീലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് സൂചിപ്പിക്കുകയാണ് അടുത്ത വാക്കിലൂടെ. യോഗമാർഗസ്തപാംസി ച, യോഗമാർഗസ്തപാംസി, യോഗമാർഗങ്ങൾ, തപാംസി, തപസ് തുടങ്ങിയവയെല്ലാം, അഥവാ ഭഗവാനിലേക്ക് എത്താനുള്ള ആത്മീയമായ പാതയിലൂടെ നമ്മൾ ഏതൊക്കെ പാതയിലൂടെ നടന്നാലാണോ ഭഗവാനിലേക്ക് എത്താൻ കഴിയുന്നത്, ഭക്തി പൂർത്തീകരിക്കാൻ കഴിയുന്നത്, ഏതൊക്കെയാണോ സാധനാ മാർഗങ്ങൾ നമുക്കതിനായി വിധിച്ചിട്ടുള്ളത്, ആ മാർഗങ്ങളൊക്കെയും, യോഗമാർഗങ്ങളും തപസ്സും എല്ലാം തന്നെയും ലോപിച്ചിരിക്കുന്നു, അഥവാ ക്ഷയിച്ചിരിക്കുന്നു. കാരണം, അല്ലയോ സുന്ദരി, ഞാൻ പറയുന്നത് കേൾക്കൂ, വളരെ ശ്രദ്ധിച്ച് കേൾക്കൂ. ഈ യുഗം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുഗം അതിഘോരമായിട്ടുള്ള ഭയത്തെ ജനിപ്പിക്കുന്ന കലിയുഗമാണ്. ഈ കലിയുഗത്തിൽ ഭക്തിക്ക് വേണ്ട സാധനാമാർഗങ്ങൾ ക്ഷയിച്ചു പോവുക എന്നുള്ളത് അത് ആ കലിയുടെ ഘോരമായ വിളയാട്ടം കൊണ്ടാണ്. ഭക്തിദേവിയുടെ ഈ ദുഃഖത്തിന് കാരണം ഭക്തിദേവിയുടെ കയ്യിലെ ഭാഗത്തു നിന്നും വന്ന എന്തെങ്കിലും ഒരു തെറ്റല്ല, അല്ലെങ്കിൽ പാകപ്പിഴയല്ല, അല്ലെങ്കിൽ ഭക്തിദേവി, അതുകൊണ്ടാണ് മുൻപേ പറഞ്ഞത് പാപക്കറയില്ലാത്തവളെ, പാപരഹിതയായുള്ളവളെ അനഘേ എന്ന് ആദ്യമേ വിളിച്ചത് അതുകൊണ്ടാണ്. ഇത് ഭക്തിദേവിയുടെ കുറ്റം കൊണ്ടല്ല. നമുക്കറിയാം, ഈ കലിയുഗത്തിൽ പലപ്പോഴും പലരും ദുഃഖം നേരിടേണ്ടി വരുന്നത് തങ്ങളുടേതായ തെറ്റുകൊണ്ടാവണമെന്നില്ല. എന്നാലും നമുക്ക് എത്രയോ പേരെ കാണാം, അല്ലെ? നമ്മുടെ ചുറ്റിനും തന്നെ വളരെ സാൻമാർഗികമായിട്ടുള്ള രീതിയിൽ ജീവിച്ചവർ, ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചവർ, അവർക്കൊക്കെ ജീവിതത്തിൽ എന്നും ദുഃഖങ്ങളായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക.
അല്ലെങ്കിൽ എന്നും എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ അവരെ തേടി എത്താറുണ്ട്. മറിച്ച് ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർ ഇന്ന് നന്നായി ജീവിക്കുന്ന, സന്തോഷമായി ജീവിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, അല്ലയോ ഭക്തിദേവി, ഈ ഭയത്തെ ജനിപ്പിക്കുന്ന കലിയുഗം അതിൻ്റെ വിളയാട്ടം കൊണ്ടാണ് ഈ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ഈ സ്ഥിതിവിശേഷമൊക്കെ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അത് അവിടുത്തെ പാപത്തിൻ്റെ ഫലമല്ല, അല്ലെങ്കിൽ അവിടുത്തെ തെറ്റിൻ്റെ പരിണത ഫലമല്ല. ഈ ഘോരമായ കലിയുഗത്തിൽ ഭക്തിദേവി അവിടുത്തെ സാധനാമാർഗങ്ങളായിട്ടുള്ള സദാചാരങ്ങളും യോഗമാർഗങ്ങളും തപസ്സും എല്ലാം തന്നെയും ക്ഷീണിച്ചിരിക്കുന്നു, ക്ഷയം സംഭവിച്ചിരിക്കുന്നു. ദേവി അവിടുന്ന് മനസ്സിരുത്തി കേട്ടാലും ഇതൊന്നും അവിടുത്തെ കുറ്റം കൊണ്ടല്ല. കാരണം ഭക്തിദേവിക്ക് സങ്കടം എന്താ, തനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അപ്പോൾ തൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അരുതാത്തത് വന്നോ എന്നുള്ള ഒരു കുറ്റബോധം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിഷമം ഉള്ളിൽ നിന്നിരുന്നത് കൊണ്ടാണ് പറഞ്ഞത് അവിടുന്ന് ശ്രദ്ധിച്ച് കേട്ടാലും. ഇപ്പം നമ്മുടേതല്ലാത്ത ഒരു തെറ്റുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തെ പാകപ്പിഴ കൊണ്ടല്ലാതെ നമ്മളിലേക്ക് വരുന്ന ദുഃഖം നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അത് ഈ ജന്മം അനുഭവിച്ച് തീർക്കേണ്ടതൊക്കെ അനുഭവിച്ച് തീർത്തേ മതിയാവൂ. അതിന് നമ്മൾ ഈ ജന്മം നല്ലത് ചെയ്താലും മോശം പ്രവൃത്തി ചെയ്താലും ഈ ജന്മത്തിലേക്ക് നമുക്ക് വിധിച്ചിട്ടുള്ളതൊക്കെ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. നമ്മൾ എത്ര നല്ലതായി ജീവിച്ചാലും ചിലപ്പോൾ നമ്മളിലേക്ക് ദുഃഖങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൊണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു സത്യം, ആ ഒരു സാന്ത്വന വാക്കാണ് ആദ്യം തന്നെ ശ്രീ നാരദ മഹർഷി ഭക്തിദേവിയോട് പറയുന്നത്. അല്ലയോ ദേവി, ഇത് അവിടുത്തെ കുറ്റം കൊണ്ടല്ല. ഈ ഘോരമായ കലിയുടെ കാലത്തിൽ ഇത് ഇങ്ങനെയൊക്കെയേ നടക്കൂ. ഇവിടെ ഭക്തിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് തോന്നുന്നവർക്ക് പോലും ഈ സദാചാര വിചാരമോ യോഗമാർഗങ്ങളോ തപസ്സോ ഒന്നും തന്നെ അവലംബിക്കാതെയാണ് അവർ ഭക്തരാണെന്ന് നടിക്കുന്നത്. അവർക്ക് ഒരു ദിവസം 10 നിമിഷം പോലും ഭഗവാനെ കുറിച്ച് വിചാരം ചെയ്യാൻ സമയം എടുക്കാത്തവരാണ്. ഒരു ദിവസത്തിലെ ഒരു 10 നിമിഷം ഭഗവാന്റെ നാമം ജപിക്കാൻ സമയം കണ്ടെത്താത്തവരാണ്. ഇതൊക്കെ ഈ ബാഹ്യമായ പ്രകടനം ഈ കലികാലത്തിൽ ഭക്തിയുടെ പേരിൽ നടക്കുമെങ്കിലും അറിയുക ദേവി, അവിടുത്തെ അംഗങ്ങളെ ഛേദിച്ചുവെന്ന് അവിടുന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ എല്ലാ സദാചാരങ്ങളും ഈ സാധനാമാർഗങ്ങളെല്ലാം തന്നെയും ക്ഷീണിതാവസ്ഥയിലാണ് കലിയുടെ പ്രഭാവം കൊണ്ട്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശൃണുഷ്വാവഹിതാം ബാലേ യുഗോയം ദാരുണഃ കലി തേന ലുപ്തഃ സദാചാരോ യോഗമാർഗസ്തപാംസി ച. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, 2 വിസർഗമുണ്ട്. ദാരുണ കലി, ഒന്നുകൂടിയുണ്ട് ലുപ്തഃ. ഈ 3 പകുതി ഹകാരം കൊടുത്ത് തന്നെ വായിക്കുക. പിന്നെ ആദ്യത്തേത് ശൃണുഷ്വാ അവഹിത ആണ്. ശൃണുഷ്വാവഹിത എന്നുള്ളത് അകാരം ശരിക്കും കേൾക്കത്തക്ക വിധത്തിൽ വായിക്കുക. അതേപോലെ യോഗമാർഗസ്തപാംസിച്ച അതും ചേർത്ത് തന്നെ എടുക്കേണ്ട. യോഗമാർഗസ്തപാംസി അതത്രയും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.